ഹായ് ഓൾ, ഞാൻ മുഹമ്മദ് ഷബീർ, SIP SD MM PP QM കൺസൾട്ടൻ്റാണ്. സോ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് SAP എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയറിൽ SD എന്ന് പറയുന്ന ഒരു മൊഡ്യൂളിൻ്റെ പ്രാധാന്യം എന്താണ്, അതല്ലെങ്കിൽ സെയിൽസ് എന്ന് പറയുന്ന ഒരു മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് SAPയിലേക്ക് വരുമ്പോൾ അവർക്ക് വരുന്ന ഒരു അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാനാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. സോ നമ്മളിപ്പോൾ കുറച്ച് നാളുകളായിട്ട് കേട്ടുവരുന്ന ഒരു വാക്കാണ് അല്ലെങ്കിൽ ഒരു ടേമാണ് SAP എന്നുള്ളത്. സോ എന്താണ് SAP? SAP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ERP സോഫ്റ്റ്വെയർ ആണ്, അല്ലെങ്കിൽ ERP ടൂളാണ്. സോ ഈ ഒരു ERP ടൂൾ യൂസ് ചെയ്തുകൊണ്ടാണ് കമ്പനീസിൽ അവരുടെ ബിസിനസ് അവർ റൺ ചെയ്യുന്നത്. സോ നമ്മൾക്കെല്ലാവർക്കും അറിയാം എന്താണ് ERP എന്നുള്ളത്. ERP എന്ന് പറഞ്ഞാൽ എൻ്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിങ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഫുൾ നെയിമായിട്ട് നമ്മൾ പറയുന്നത്. അതായത് ഒരു കമ്പനിയിൽ നമുക്ക് നമ്മുടെ ബിസിനസ് റൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റ്സുകൾ ഉണ്ടാവും. സോ ഈ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്സുകൾ തമ്മിൽ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് ആ ബിസിനസ് റൺ ചെയ്യുവാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരുപാട് ടൂൾസ് നമുക്ക് ഇപ്പോൾ നിലവിൽ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. സോ അതിൽ വരുന്ന ഒരു ടൂളാണ് SAP എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം. സോ SAP എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിലേക്ക് നമ്മൾ എത്തിക്കഴിയുമ്പോൾ അവിടെ വരുന്ന ഒരു അഡ്വാൻറ്റേജ്, അതായത് സെയിൽസിൽ വർക്ക് ചെയ്യുന്ന വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് വരുന്ന ഒരു അഡ്വാൻറ്റേജ് എന്താണ്? സോ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ ഒരു സെയിൽസിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ ഞാൻ അവരുടെ ഓപ്പറേഷണൽ സൈഡിലോ അല്ലെങ്കിൽ ഡോക്യുമെൻറ്റേഷൻ സൈഡിലോ ആയിരിക്കും വർക്ക് ചെയ്യുക. എനിക്കതൊരിക്കലും ഒരു IT ഫീൽഡായി റിലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല, അല്ലേ? സോ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന IT ഫീൽഡുകളിലേക്ക് നമുക്ക് സ്വിച്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ SAP പോലെയുള്ള ERP ടൂൾസ് എന്ന് പറയുന്ന കാര്യങ്ങളിൽ നമ്മൾ നമ്മുടെ നോളജ് ഡെവലപ്പ് ചെയ്തതിന് ശേഷം നേരെ നമുക്ക് എന്ത് ചെയ്യാം, IT ഫീൽഡുകളിലേക്ക് സ്വിച്ച് ചെയ്യാം. സോ SAPയിലേക്ക് വരുമ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മൾ ഒരു സെയിൽസ് പേഴ്സണ് അല്ലെങ്കിൽ സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് അവരുടെ കരിയർ സ്വിച്ച് ചെയ്യാൻ പറ്റുക IT ഫീൽഡുകളിലേക്ക്? സോ അതിന് നമ്മൾ അതിനു മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമുക്ക് SAPയിൽ എങ്ങനെയെല്ലാം വർക്ക് ചെയ്യാമെന്നുള്ളത്. SAPയിൽ ഒരു എംപ്ലോയിയുടെ വർക്കിംഗ് സ്റ്റേജ് അല്ലെങ്കിൽ ലെവൽസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആദ്യം ഒരു എൻഡ് യൂസറായിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. അതിനുശേഷം നമ്മളൊരു പവർ യൂസർ ആകുന്നു, അതിനുശേഷം ഒരു കൺസൾട്ടൻറ്റ് ലെവലിലേക്ക് വരുന്നു. സോ ഇങ്ങനെ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു ലെവൽ ബേസ് ചെയ്തുകൊണ്ട് SAPയിൽ നമ്മുടെ കരിയർ നമ്മൾ സ്വിച്ച് ചെയ്തെടുക്കുന്നത്. സോ എൻഡ് യൂസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എൻഡ് യൂസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനിയിൽ നടക്കുന്ന ഡേ ടു ഡേ ബിസിനസ് ആക്ടിവിറ്റീസിൻ്റെ ഡോക്യുമെൻറ്റേഷൻ പ്രോസസ്സ് ചെയ്യുന്ന വ്യക്തികളെയാണ് നമ്മൾ എൻഡ് യൂസേഴ്സ് എന്ന് വിളിക്കുക. ദെൻ പവർ യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? പവർ യൂസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് നടക്കുന്ന എൻഡ് യൂസേഴ്സ് ഉണ്ടല്ലോ, അവർ ഡോക്യുമെൻറ്റേഷൻസ് ഓരോ സോഫ്റ്റ്വെയറിൽ ചെയ്യുമ്പോൾ അവർക്ക് പല എറേഴ്സ് വരും. സോ ഈ വരുന്ന എറേഴ്സ് എന്താണോ അത് മനസ്സിലാക്കി കൺസൾട്ടൻസ് എന്ന് പറയുന്നൊരു വ്യക്തികളെ അറിയിക്കുന്നു. ഞങ്ങളുടെ യൂസേഴ്സ് വർക്ക് ചെയ്യുന്ന സമയത്ത് ഇന്ന എറേഴ്സ് നമുക്ക് വന്നിട്ടുണ്ട്, സോ ഇതെല്ലാം ഒന്ന് ഫിക്സ് ചെയ്ത് തരാൻ പറഞ്ഞുകൊണ്ട് കൺസൾട്ടൻറ്റിനെ അറിയിക്കുന്നു. ഇൻ കേസ് ഈ പറയുന്ന പവർ യൂസർ ആണെങ്കിൽ പോലും അവർക്ക് ആ പറഞ്ഞ എറേഴ്സ് ഫിക്സ് ചെയ്യാനുള്ളൊരു നോളജ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർക്കും അത് ചെയ്തെടുക്കാവുന്നതാണ്. സോ പവർ യൂസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്രിഡ്ജ്, അതായത് എൻഡ് യൂസറും കൺസൾട്ടൻസും അല്ലെങ്കിൽ ഇംപ്ലിമെൻറ്റേഷനോ സപ്പോർട്ടോ നടത്തുന്ന കമ്പനീസ് തമ്മിൽ ഒരു കോർഡിനേഷൻ നടത്തുന്ന ഒരു ബ്രിഡ്ജ്. ആ ഒരു ബ്രിഡ്ജാണ് നമ്മുടെ പവർ യൂസേഴ്സ് എന്ന് പറയുന്നത്. ദെൻ കൺസൾട്ടൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് നമുക്കറിയാം കൺസൾട്ടൻ്റ് എന്ന് പറയുന്ന ഒരു വേർഡിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ടേമിൻ്റെ മീനിങ് എന്താണെന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. അതായത് നമുക്ക് ഒരു കാര്യമുണ്ടെങ്കിൽ ആ പറയുന്ന കാര്യത്തെക്കുറിച്ചിട്ട് നമുക്ക് ഡീപ്പായി മറ്റുള്ള വ്യക്തികൾക്ക് പറഞ്ഞു കൊടുക്കുവാനും അത് ചെയ്തു കൊടുക്കുവാനും നോളജുള്ള വ്യക്തികളെയാണ് നമ്മൾ ഒരു കൺസൾട്ടൻ്റ് എന്ന് വിളിക്കുക. ഓക്കെ, അപ്പോൾ ഒരു കൺസൾട്ടൻറ്റ്, SAP കൺസൾട്ടൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന SAPയുടെ ഓരോ മൊഡ്യൂൾസ്, ഇപ്പോൾ സെയിൽസ് ആയിക്കോട്ടെ, മെറ്റീരിയൽ മാനേജ്മെൻറ്റ് ആയിക്കോട്ടെ, അങ്ങനെ പറയുന്ന അല്ലെങ്കിൽ ഫിനാൻസ് എന്ന് ആയിക്കോട്ടെ, അങ്ങനെ പറയുന്ന ഓരോ മൊഡ്യൂൾസിലേക്കും അതിൻ്റേതായ കാര്യങ്ങളെല്ലാം വ്യക്തമായി ധാരണയുള്ള ഒരു വ്യക്തികളെയാണ് നമ്മൾ കൺസൾട്ടൻസ് എന്ന് പറയുക. സോ നമ്മൾ ഒരു പവർ യൂസറായിട്ടാണ് വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മൾക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. സോ ആ കാര്യങ്ങളെല്ലാമാണ് നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത്. SAP SD എന്ന് പറയുന്ന ഒരു മൊഡ്യൂൾ പഠിക്കാൻ പോകുന്നു. സോ ഈ ഒരു മൊഡ്യൂളിൽ നമ്മൾ മെയിൻലി ചെയ്യുന്നത് പറഞ്ഞാൽ എൻ്റയർ നമ്മുടെ ബിസിനസ് പ്രോസസ്സിന് ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ഒന്നും നമ്മൾ ചെയ്യുന്നില്ല. നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സെയിൽസ് എന്ന് പറയുന്ന ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നടക്കുന്ന നമ്മുടെ ഡോക്യുമെൻറ്റേഷൻസ്. നിങ്ങളെല്ലാം സെയിൽസിൽ വർക്ക് ചെയ്യുന്നവരാണ് എന്നുണ്ടെങ്കിൽ, അതല്ല ഇനിയിപ്പോൾ സെയിൽസിൽ വർക്ക് ചെയ്യാത്ത എക്സ്പീരിയൻസ് ഇല്ലാത്തവരാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് അറിയാൻ വേണ്ടി ഞാൻ ജസ്റ്റ് പറഞ്ഞു തരാം. മെയിൻലി നമ്മുടെ സെയിൽസ് എന്ന് പറയുന്ന ഒരു ഏരിയയിൽ നടക്കുന്ന ഡോക്യുമെൻറ്റേഷൻസ് എന്ന് പറഞ്ഞാൽ ഒരു എൻക്വയറി
എന്ന് പറയുന്നൊരു ഡോക്യുമെൻ്റ് ഉണ്ടാവും, അതേപോലെ കൊട്ടേഷൻ എന്ന് പറയുന്നൊരു ഡോക്യുമെൻ്റ് ഉണ്ടാവും, അതേപോലെ തന്നെ സെയിൽ ഓർഡർ എന്ന് പറയുന്നൊരു ഡോക്യുമെൻ്റ് ഉണ്ടാവും, അതേപോലെ തന്നെ ബില്ലിംഗ്, ഇൻവോയ്സ്, ഡെലിവറി, ഇങ്ങനെയൊക്കെ പറയുന്ന ഓരോ ഡോക്യുമെൻറ്റേഷൻസ് ആണ് നമുക്ക് സെയിൽസ് എന്ന് പറയുന്ന ഒരു ഏരിയയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഈ ഡോക്യുമെൻറ്റേഷൻസ് എല്ലാം ചെയ്യുന്നത് ഒരു SAP സോഫ്റ്റ്വെയർ യൂസ് ചെയ്ത് നമുക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് നമ്മുടെ SAP SD എന്ന് പറയുന്ന പവർ യൂസർ കോഴ്സിൽ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത്. സോ ഒരു യൂസർ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യേണ്ട ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്, ഒരു കമ്പനിയിൽ നമ്മൾ എത്തുമ്പോൾ അവിടെ ചെയ്യേണ്ട ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്തെല്ലാമാണ് എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊന്ന് പരിചയപ്പെടാം. സോ മെയിൻലി ഒരു യൂസറിൻ്റെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുന്നത് ആ പറയുന്ന നമ്മൾ ഏതൊരു കമ്പനിയിലാണോ വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അനുസരിച്ചിരിക്കും. അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾക്ക് ഓഫർ ലെറ്ററിൽ പറയുന്ന ആ ഒരു ടേംസ് അനുസരിച്ചിരിക്കും. പക്ഷേ ഓൾമോസ്റ്റ് നമ്മൾ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ഡോക്യുമെൻറ്റേഷൻ സൈഡിൽ, അതായത് ഈ പറയുന്ന SAP സോഫ്റ്റ്വെയർ യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ ബിസിനസ് പ്രോസസ്സ് റൺ ചെയ്യിക്കാൻ വേണ്ടിയുള്ള, സെയിൽസ് എന്ന് പറയുന്ന ബിസിനസ് പ്രോസസ്സ് റൺ ചെയ്യിക്കാൻ വേണ്ടിയുള്ള ഡോക്യുമെൻറ്റേഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എൻക്വയറി ക്രിയേറ്റ് ചെയ്യുക, കൊട്ടേഷൻസ് ക്രിയേറ്റ് ചെയ്യുക, സെയിൽ ഓർഡർ ക്രിയേറ്റ് ചെയ്യുക, ഇങ്ങനെയുള്ള ഡോക്യുമെൻറ്റേഷൻസ് ആയിരിക്കും ചെയ്യുക. ദെൻ മറ്റൊരു ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ വരുന്ന എറേഴ്സ് എന്തെല്ലാമാണോ ആ പറഞ്ഞ എറേഴ്സ് എല്ലാം മനസ്സിലാക്കുക. ആ പറയുന്ന എറേഴ്സ് എല്ലാം അവർക്ക് സ്വയമേ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഓതറൈസേഷനോടുകൂടി ഈ എറേഴ്സ് എല്ലാം ക്ലിയർ ചെയ്യുക. ഇൻ കേസ് അവർക്ക് അതിനുള്ളൊരു ഓതറൈസേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ ആരാണോ ഇവരുടെ SAP സപ്പോർട്ട് ചെയ്യുന്ന കമ്പനീസായി കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് അവരുടെ എറേഴ്സ് ഇന്ന എറേഴ്സ് ആണ് നമ്മൾ ഫേസ് ചെയ്യുന്നത്, സോ ഈ എറേഴ്സ് എല്ലാം നമ്മൾക്ക് ഫിക്സ് ചെയ്ത് തരണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സപ്പോർട്ടിംഗ് കമ്പനീസായി കോർഡിനേറ്റ് ചെയ്യുന്ന ജോബ് റോൾസുകളായിരിക്കും മെയിൻലി ഈ പറയുന്ന പവർ യൂസേഴ്സ് ലെവലിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക. സോ നമ്മൾ ഒരു സെയിൽസ് പേഴ്സൺ ആണ് എന്നുണ്ടെങ്കിൽ സെയിൽസ് പേഴ്സണ് വളരെ സിമ്പിളായി അവരുടെ കരിയർ അവർക്ക് ബിൽഡ് ചെയ്യാനുള്ള ലെവൽസ് ആണ് നമ്മളിപ്പോൾ പറഞ്ഞത്. നമ്മൾക്ക് എന്ത് ചെയ്യാം, ഒരു യൂസർ ലെവലിൽ കയറാം, അല്ലെങ്കിൽ ഒരു പവർ യൂസർ ലെവലിൽ കയറാം. എൻഡ് യൂസർ ലെവലിലോ അല്ലെങ്കിൽ പവർ യൂസർ ലെവലിലോ ഒരു കമ്പനിയിലേക്ക് നമുക്ക് എൻട്രി എടുക്കാം. അപ്പോൾ ആ ഒരു എൻട്രി നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇനീഷ്യലി നമുക്ക് വേണ്ടത് അതിലൊരു സർട്ടിഫിക്കേഷനും അതേപോലെ തന്നെ ജോബ് നോളജുമാണ്. സോ ആ ഒരു സർട്ടിഫിക്കേഷൻ അതേപോലെ തന്നെ ജോബ് നോളജ് നമുക്ക് ഈ പറയുന്ന എൻട്രിയുടെ SAP SD എന്ന് പറയുന്ന കോഴ്സിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതാണ്. ഇനി ഏതെല്ലാം കമ്പനീസിലാണ് നമുക്ക് ഈ പറയുന്ന SD എന്ന് പറയുന്ന ഒരു മൊഡ്യൂൾ SAP യൂസ് ചെയ്തുകൊണ്ട് റൺ ചെയ്യുന്നത്? നമ്മുടെ ചുറ്റുപാടും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നടക്കുന്ന എല്ലാ കമ്പനീസ്, അതായത് ബിസിനസ് പ്രോസസ് റൺ ചെയ്യുന്ന എല്ലാ കമ്പനീസിലും നമ്മൾക്ക് ഓൾറെഡി SAP SD എന്ന് പറയുന്ന ഒരു മൊഡ്യൂൾ ഇംപ്ലിമെൻറ്റഡ് ആണ്. നമ്മുടെ ചുറ്റുപാടുമുള്ള ഏതൊരു ബിസിനസ്സുകളിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാലും ഈ ബിസിനസ്സുകളെല്ലാം തന്നെ ക്ലാസിഫൈ ചെയ്യുന്നത് ഓരോ കാറ്റഗറൈസേഷൻ വെച്ചുകൊണ്ടാണ്. അതായത് ഓട്ടോമോട്ടീവ് കമ്പനീസ്, ഓയിൽ ആൻഡ് ഗ്യാസ് കമ്പനീസ്, അതേപോലെ തന്നെ ഓപ്പറേഷണൽ ഹെൽത്ത് കമ്പനീസ്, ഇൻഡസ്ട്രിയൽ മെഷീനറി കമ്പനീസ്, അതേപോലെ തന്നെ യൂട്ടിലിറ്റീസ് കമ്പനീസ്, കെമിക്കൽ കമ്പനീസ്, ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസ്, ദെൻ ഗവൺമെൻറ് സെക്ടേഴ്സ്, IT സെക്ടേഴ്സ്, ഇങ്ങനെയെല്ലാം പറഞ്ഞുകൊണ്ട് ഒരുപാട് സെക്ടേഴ്സ് അല്ലെങ്കിൽ ഒരുപാട് കമ്പനീസ് നമ്മുടെ ചുറ്റുപാടുമുണ്ട്. സോ ഈ പറയുന്ന കമ്പനീസിൽ അല്ലെങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്ന സെക്ടേഴ്സിലെല്ലാം ഒരുപാട് കമ്പനീസും നമുക്ക് വരുന്നുണ്ട്. സോ ഇനിയിപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിളിന് വേണ്ടി ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രി എന്ന് പറയുന്ന ഒരു ഇൻഡസ്ട്രിയിലേക്ക് നോക്കാം. ഇപ്പോൾ നിങ്ങളെല്ലാം ഒരു ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രിയിലെ സെയിൽസിൽ വർക്ക് ചെയ്യുന്ന വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ ആ ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന വ്യക്തികൾ, സെയിൽസിൽ വർക്ക് ചെയ്യുന്ന വ്യക്തികൾക്ക് നിങ്ങൾക്കറിയാം അവിടെ നിങ്ങൾ ചെയ്യുന്ന സെയിൽസ് ഡോക്യുമെൻറ്റേഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളത്. സോ ആ സെയിൽസ് ഡോക്യുമെൻറ്റേഷൻസ് നമുക്ക് SAP ത്രൂ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നു. സോ ഞാൻ പറഞ്ഞു വന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രിയിൽ വരുന്ന കമ്പനീസ് ഏതൊക്കെയാണ്. സോ നമുക്ക് അവിടെ ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രിയിൽ വരുന്ന കമ്പനീസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോളോ ടയേഴ്സ്, മോട്ടോകോപ്പ്, അതേപോലെ തന്നെ ബജാജ് ഓട്ടോസ്, ഫോർഡ്, എയ്ച്ചർ, മഹീന്ദ്ര, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് കമ്പനീസ്, അതേപോലെ തന്നെ ഹിന്ദുസ്ഥാൻ യൂണിലിവർ, ടാറ്റ മോട്ടോഴ്സ്, ഇതെല്ലാം ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രിയിൽ വരുന്ന കമ്പനീസാണ്. അതേപോലെ തന്നെ ഇനിയിപ്പോൾ ഗവൺമെൻറ് സെക്ടേഴ്സിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് BPCL വരുന്നുണ്ട്, അതേപോലെ തന്നെ BSNL വരുന്നുണ്ട്, ONGC വരുന്നുണ്ട്. ഇതെല്ലാം നമ്മുടെ ഗവൺമെൻറ് സെക്ടേഴ്സാണ്. ഈവൻ ഗവൺമെൻറ് സെക്ടേഴ്സിൽ പോലും SAP എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്തുകൊണ്ടാണ് അവരെന്ത് ചെയ്യുന്നത്, അവരുടെ ബിസിനസ് റൺ ചെയ്യുന്നത്. സോ നമ്മളൊരു ബിസിനസ്സിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം എന്തിനു വേണ്ടിയാണ് ബിസിനസ് നടത്തുന്നത്, അവർക്കൊരു റവന്യൂ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. സോ ഏതൊരു ബിസിനസ് ആണ് എന്നുണ്ടെങ്കിലും ആ ബിസിനസ്സിൽ സെയിൽസ് എന്ന് പറയുന്ന ഒരു സെഗ്മെൻറ്റ് ഇല്ലാതെ അവിടെ ഒരു ബിസിനസ് നടക്കുന്നില്ല എന്നുള്ളതാണ്.
നിങ്ങൾക്കെല്ലാം വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു കേസാണ്. സോ സെയിൽസ് ഇല്ലാതെ ഒരിക്കലും ഒരു കമ്പനീസിൽ അവിടെ ബിസിനസ് നടക്കുന്നില്ല. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് തീർച്ചയായും പറയാം, SAP യൂസ് ചെയ്തുകൊണ്ട് റൺ ചെയ്യുന്ന ആ കമ്പനീസിൽ നമ്മൾ സെയിൽസിലേക്ക് കയറുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കരിയർ നമ്മൾ ഓട്ടോമാറ്റിക്കലി IT ഫീൽഡുകളിലേക്ക് സ്വിച്ച് ചെയ്യുകയാണ്. സോ ഇത്രയധികം കമ്പനീസ് നമ്മുടെ ചുറ്റുപാടും ഉള്ളപ്പോൾ SAP SD എന്ന് പറയുന്ന ഒരു മൊഡ്യൂൾ പഠിക്കുന്ന അല്ലെങ്കിൽ അതിൽ ഒരു നോളജ് അക്വയർ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് സെയിൽസ് എന്ന് പറയുന്ന ആ ഒരു പാഷനെ തന്നെ മുറുകെ പിടിച്ചുകൊണ്ട് IT ഫീൽഡിലേക്ക് സ്വിച്ച് ചെയ്യാൻ വളരെ ആപ്റ്റായിട്ട് വരുന്ന ഒരു ഓപ്ഷനാണ്. നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ സംസാരിച്ചിരിക്കുന്ന ഈ ഒരു കാര്യങ്ങളിൽ നിന്ന് വളരെ ബേസിക്കായി സെയിൽസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ SD എന്ന് പറയുന്ന ഒരു മൊഡ്യൂൾ എന്താണെന്നുള്ളതും SAP എന്താണെന്നുള്ളതും അതേപോലെ തന്നെ SAP യൂസ് ചെയ്തുകൊണ്ട് ബിസിനസ് റൺ ചെയ്യുന്ന കമ്പനീസ് എന്തൊക്കെയാണെന്നുള്ളതും നമ്മുടെ സെയിൽസ് പേഴ്സൻ്റെ കരിയർ എങ്ങനെ നമുക്ക് ഡെവലപ്പ് ചെയ്യാം, അതായത് ഒരു IT ഫീൽഡിലേക്ക് നിന്നുകൊണ്ട് നമുക്ക് എങ്ങനെ ഡെവലപ്പ് ചെയ്യാം എന്നുള്ളൊരു കാര്യങ്ങളും നിങ്ങൾക്ക് വ്യക്തമായെന്നും ഞാൻ വിശ്വസിക്കുന്നു. സോ SAP അല്ലെങ്കിൽ സെയിൽസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് എൻട്രിയുടെ SAP SD എന്ന് പറയുന്ന കോഴ്സിലേക്ക് എൻറോൾ ചെയ്യാം. താങ്ക്